ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ് ഗായ്സ്. അങ്ങനെ സന്തോഷങ്ങളും സങ്കടങ്ങളും നിറഞ്ഞ നീണ്ട 30 വർഷം കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. ഇന്ന് ഞാൻ രാവിലെ കട്ടൻ കാപ്പിയെ കുറിച്ച് ഇങ്ങനെ സിറ്റൗട്ടിൽ വന്നിരിക്കുകയാണ്. കുറച്ച് കഴിയുമ്പോൾ പായസം ഉണ്ടാക്കണം. വലിയ വലിയ പരിപാടീസ് ഒന്നുമില്ല, പായസം ഉണ്ടാക്കും, അതിൽ മാത്രം നിർത്തും, സാധാ പോലെ തന്നെ. അപ്പോൾ നമുക്ക് എൻ്റെ ഇന്നത്തെ ഒരു ദിവസം കണ്ടാലോ? രാവിലെ നമുക്ക് കഴിക്കാൻ ദോശയായിരുന്നു കേട്ടോ. ഉപ്പൊക്കെ ഇട്ട് മാവെല്ലാം ഒന്ന് ഇളക്കി വെച്ച് ഒരുപാട് പുളിച്ചു പൊങ്ങാതിരിക്കാൻ. പിന്നെ നേരെ പോയത് ചോറ് വയ്ക്കാനാണ് കേട്ടോ. ചോറൊക്കെ ഇട്ടിട്ട് പതിയെ ദോശയൊക്കെ ഉണ്ടാക്കി കഴിക്കാമെന്ന് വിചാരിച്ചു. കാരണം സമയം അധികമൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ചോറ് തിളപ്പിച്ച് വെക്കാൻ വേണ്ടിയിട്ട് അരിയൊക്കെ കഴുകി വേഗം തന്നെ ഇട്ടു. ഇനി അടുത്ത പരിപാടി ചമ്മന്തി ഉണ്ടാക്കലാണ്. ചമ്മന്തിയും കൂടെ റെഡിയാക്കി വെച്ചിട്ടാണെങ്കിൽ ദോശ ചൂടോടെ കഴിക്കാമല്ലോ. അപ്പോൾ ചമ്മന്തിക്കുള്ള തേങ്ങയൊക്കെ അരച്ചെടുത്ത് ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് കടുകും പൊട്ടിച്ച് കുറച്ച് കുഞ്ഞുള്ളിയും കൂടി ഇട്ട് അതിലേക്ക് നമ്മുടെ അരപ്പും കൂടി ഇട്ട് മൂപ്പിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പം നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മുടെ പരിപാടി ദോശ ഉണ്ടാക്കലാണേ. അപ്പോഴത്തേക്കും നോക്കിയപ്പോൾ അതാ നമ്മുടെ ചോറ് തിളച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതും കൂടി റൈസ് കുക്കറിൽ ഇറക്കി വെച്ചിട്ടാകാം ബാക്കി പണിയെന്ന് വിചാരിച്ചു. പിന്നെ നേരെ വന്ന് ദോശയൊക്കെ ഉണ്ടാക്കി. നല്ല ചൂട് ദോശയും ചമ്മന്തിയും. എൻ്റെ കാച്ചുവിന് ബ്രേക്ക്ഫാസ്റ്റിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം ദോശയാണ് കേട്ടോ. ചമ്മന്തി ഒന്നും കൂട്ടില്ല, പഞ്ചസാരയെ കൂട്ടുള്ളൂ, എന്നാലും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ രാവിലത്തെ സ്പെഷ്യൽ ദോശയും ചമ്മന്തിയും സാമ്പാറുമാണ്. സാമ്പാർ ഇന്നലെ വൈകിട്ട് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം രാവിലെ ദോശയും ചമ്മന്തിയും മാത്രമേ വെക്കേണ്ടി വന്നുള്ളൂ. അപ്പോൾ അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ. നിങ്ങളിത് എല്ലാവരും തന്നെ ട്രൈ ചെയ്തിട്ടുണ്ടാവൂലേ? എന്തായാലും ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് നോക്കൂ കേട്ടോ. അങ്ങനെ കാപ്പി കുടിച്ചിട്ടിരുന്നപ്പോൾ അതാ സിസിൻ്റെ വക ഒരു ഹാപ്പി ബർത്ത്ഡേ സർപ്രൈസ്ഡ് കേക്ക് കിട്ടി. പിന്നെ കേക്കൊക്കെ കട്ട് ചെയ്തു. തൊട്ട് പിറകെ വിഭവസമൃദ്ധമല്ലാത്ത ഒരു ചോറൂണൊക്കെ കഴിച്ചു കേട്ടോ. പിന്നെ കഥയൊക്കെ പറഞ്ഞിരുന്നപ്പോഴത്തേക്കും വൈകുന്നേരമായി. അപ്പം ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ പായസം ഉണ്ടാക്കിയേക്കാമെന്ന്. ഈ റെഡി മിക്സ് തന്നെയാണ് കേട്ടോ ഞാൻ ഇന്നും വാങ്ങിയത്. കാരണം മറ്റേത് ഭയങ്കര പണിയാണ്. തന്നല്ല, എനിക്ക് അത്രയ്ക്ക് അറിയത്തൊന്നുമില്ല. പിന്നെ ഗൂഗിളൊക്കെ നോക്കി, ഗൂഗിളല്ല യൂട്യൂബൊക്കെ നോക്കിയാൽ കാര്യം നടക്കും. എന്നാലും അത് പണിയാണ്. ഇതാകുമ്പോൾ എളുപ്പമാണ്. അപ്പോൾ എന്തായാലും സാധനം ഞാൻ ഉണ്ടാക്കി കൊള്ളായിരുന്നു കേട്ടോ. കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയതുപോലൊക്കെ തന്നെ. എന്തായാലും എനിക്ക് സാധനം ഇഷ്ടപ്പെട്ടു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും രാത്രിയായി. പിന്നെ രാത്രിക്ക് ഒരു ഫാമിലി പാക്ക് ഐസ്ക്രീം ഒക്കെ കഴിച്ച് നേരെ കയറി കിടന്നുറങ്ങി കേട്ടോ. അപ്പോൾ ടാറ്റാ.